ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? നമ്മൾ എന്താണ് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് ഡിഫൈൻ ചെയ്തു. തിയറം ഒരെണ്ണം നമ്മൾ പ്രൂവ് ചെയ്തു. അതിൽ നമ്മൾ കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റി, ട്രയാങ്കിൾ ഓഫ് ഇനീക്വാളിറ്റി ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്തു. സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. കുറച്ച് ഡെഫിനിഷൻ പറയാനുണ്ട്. എന്താണ് ഒരു ഓർത്തോഗണൽ സെറ്റ്, എന്താണ് ഓർത്തോഗണൽ കണ്ടീഷൻ, എന്താണ് ഓർത്തോഗണൽ സെറ്റ്, ഓർത്തോ നോർമൽ സെറ്റ് എന്നിങ്ങനെയുള്ള കേസുകളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഐ ആം ജസ്റ്റ് ടേക്കിംഗ് വി എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. എക്സ് y are the vectors which is belonging to the inner product space V. X എന്ന് പറയുന്നത് it is perpendicular to y. It is perpendicular to y, or X is said to be orthogonal. X is said to be orthogonal if orthogonal to y. Okay, X is set to orthogonal to y if inner product of x y equal to 0. Inner product of x y equals to, okay, sorry, you can use this notation also. Inner product space ന് ഇങ്ങനെ ഒരു നൊട്ടേഷനും കൂടി ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയല്ല നൊട്ടേഷൻ എന്ന് മാത്രം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ ഹോഫ്മാൻ്റെയും കുൻസിൻ്റെയും ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ യു ക്യാൻ യൂസ് ദിസ് ഓൾസോ. ഇനി രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദാറ്റ് ഈസ് inner product of alpha, inner product beta. This is in our textbook. That is inner product of x with y equal to 0. So v എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് ആണ്, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. x ആൻഡ് y ആർ ബിലോങ്ങിങ് ടു v. x എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഓർത്തോഗണൽ ടു y എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് x വിത്ത് y എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് എക്സും വൈയും പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ y ആൻഡ് എക്സ് വിൽ ഓൾസോ ബി പെർപെൻഡിക്കുലർ. എക്സ് ഇസ് പെർപെൻഡിക്കുലർ ടു y ഇംപ്ലൈസ് y ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ്. എനിക്ക് അങ്ങനെയും പറഞ്ഞൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈൽ ടേക്കിംഗ് ദ സിമെട്രി, കോൺജുഗേറ്റ് സിമെട്രി ഓഫ് our properties, we have already studied the property of an inner product space. So you can take yx. What will be yx? If you consider yx, this will also be equal to 0. If xy is equal to 0, inner product of x with y is equal to 0, then by the conjugate symmetry property, if you consider inner product of y with x, it will also be 0. That is, x and y are orthogonal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയും എക്സും എന്ത് തന്നെയാണ്? ഓർത്തോഗണൽ ആണ്. x is orthogonal to y, or you can say that y is orthogonal to x. രണ്ടാണെങ്കിലും എന്താണ്? സെയിം ആണ്, ശരിയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, a set, if S is a set of vectors in V, S is an orthogonal set provided all pairs of distinct vectors in S are orthogonal എന്നാണ് പറയുന്നത്. ഓർത്തോഗണൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കണം? അപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എസ് ഈസ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി. എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് വി എന്ന് തന്നിട്ടുണ്ട്. എസ് ഈസ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി. എസ് ഈസ് ആൻ ഓർത്തോഗണൽ സെറ്റ്. എസ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ സെറ്റ് ആണ്. പ്രൊവൈഡഡ്, വാട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ ബീയിങ് എസ് ആസ് എൻ ഓർത്തോഗണൽ സെറ്റ്? എസ് എന്ന് പറയുന്ന ഓർത്തോഗണൽ സെറ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഓൾ പെയേഴ്സ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് ഇൻ എസ് ആർ ഓർത്തോഗണൽ. ആ എസ്സിലുള്ള എല്ലാ വെക്ടേഴ്സും എന്തായിരിക്കണം? ഓർത്തോഗണൽ ആയിരിക്കണം. എല്ലാ വെക്ടേഴ്സും എന്തായിരിക്കണം? ഓർത്തോഗണൽ ആയിരിക്കണം. Then we need to find orthonormal set. What is the condition for becoming an orthonormal set? What is orthonormal set? എന്താണ് orthonormal set എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ? ഓർത്തോനോർമൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓർത്തോഗണൽ ആൻഡ് ഈച്ച് വെക്റ്റർ has norm 1. Each vector has norm 1. Each vector has norm
1. ഓർത്തോഗണലും ആയിരിക്കണം. ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ ഓർ വി ഹാവ് റിട്ടൺ എക്സ് ഇന്ന പ്രൊഡക്റ്റ് വൈ അല്ലേ, ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് ഈച്ച് വെക്ടർ ഹാസ് നോം 1. ഏത് വെക്ടർ എടുത്താലും അതിൻ്റെ നോം എന്തായിരിക്കണം, 1 ആയിരിക്കണം. വി ഹാവ് ഓൾറെഡി ഡിഫൈൻ വാട്ട് എ നോം ഇസ്, ഇസ്ന്റ് ഇറ്റ്? സോ ഏത് വെക്ടർ എടുത്താലും അതിൻ്റെ നോം എന്തായിരിക്കണം, 1 ആയിരിക്കണം. എന്താണ് ഫോർ എക്സാമ്പിൾ അല്ല, ജസ്റ്റ് ഐ എം സേയിങ് ഹൗ ടു ഫൈൻഡ് നോം. If you are given u is a vector with x, y, u എന്ന് പറയുന്നത് എക്സ് വൈ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് നോം ഓഫ് യു? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അങ്ങനെയല്ലേ നോം ഡിഫൈൻ ചെയ്തു ഓൾറെഡി? ഐ തിങ്ക് വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് വാട്ട് എ നോം ഇസ്. സോ ഓർത്തോഗണൽ സെറ്റ് ആയിരിക്കണം. ഈച്ച് വെക്ടർ ഹാസ് നോം 1. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ if a and b are two vectors which is belonging to the vector space how can I write a in a product b then? A in a product b നെ എനിക്ക് എങ്ങനെ എഴുതാം? I can write a in a product b as that is in a product of a with b equal to 0 if a not equal to b and 1 if a equal to b. Each vector has norm 1 and together 0 എന്ന് പറയുന്ന only vector which is orthogonal to itself, that is inner product of a with a എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് a not equal to b, that is a inner product a എന്ന് പറയുന്ന a inner product with b എന്ന് പറയുന്നത് it will be equal to 0 if a not equal to b and 1 if a equal to b. This is the condition for an orthonormal set. ഓർത്തോനോർമൽ സെറ്റിൻ്റെ ഒരു കണ്ടീഷനാണ്, ജസ്റ്റ് ഇത് എഴുതിയെന്ന് മാത്രം ഞാൻ. നെക്സ്റ്റ് വി വിൽ ഹാവ് സം എക്സാമ്പിൾസ്. എനിവേ എക്സാമ്പിൾ പറയുന്നത് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾസ് ഫൈൻ. അതിപ്പോൾ നമ്മൾ പറഞ്ഞു ഓർത്തോഗണൽ സെറ്റ് കൺസിഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഓർത്തോനോർമൽ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. വി വിൽ ജസ്റ്റ് ഗീവ് ആൻ എക്സാമ്പിൾ. ഇഫ് u1 is equal to 1 minus 1 and u2 is equal to 1 1. This form an orthogonal set. ഇതൊരു ഓർത്തോഗണൽ സെറ്റ് ഫോം ചെയ്യുമെന്ന് ഷുവറായിട്ട് നമുക്ക് പറയാം. ഓർത്തോഗണൽ സെറ്റ് ഫോം ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓർത്തോനോർമൽ. ഇത് ഓർത്തോനോർമൽ ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് ഇത് ഓർത്തോനോർമൽ സെറ്റ് ആയിരിക്കില്ല എന്ന് പറയാം. കാരണം വാട്ട് ഈസ് നോം u1? Norm u1 is equal to root of 1 square plus 1 minus 1 square, that is root 2. This is not equal to 1. Similarly, I can say what is norm u2 here? Norm u2 is root of 1 plus 1 itself. It is also root 2. It is also not equal to 1. So I can say that they do not have a norm 1. അത് ഓർത്തോഗണൽ സെറ്റാണ്, പക്ഷേ ഓർത്തോനോർമൽ സെറ്റ് ആയിരിക്കില്ല എന്നെനിക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഐ വിൽ ജസ്റ്റ് കൺസിഡർ ദ സ്റ്റാൻഡേർഡ് ബേസിസ്. RN ഓ CN ഓ ഏതാച്ചും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ ജസ്റ്റ് കൺസിഡർ ദ കേസ് ഓഫ് CN ഇറ്റ്സെൽഫ്. സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് CN ഞാൻ എടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർത്തോനോർമൽ സെറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാൻഡേർഡ് ഇൻ ഇറ്റ് ഇസ് റിട്ടൺ ഹിയർ. എക്സാമ്പിൾ എ, ദ സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് either R⁻n or C⁻n ഈസ് an orthonormal set with respect to the standard inner product എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ബേസിസ് എന്തായിരിക്കും? we have E1, E2 etc. En. What is E1? E1 is the first value is 1. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? വാട്ട് ഇസ് E2? 0 1 0 0 etc. Similarly, what is EI then? In general, I can say what is EI? What is EI in general? EI എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 0 0 etc. The ith term will be 1. Rest will be 0. ബാക്കിയൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ith കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബാക്കിയെല്ലാം ith കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ബാക്കിയെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഓക്കെ ഫൈൻ.
So this is an orthonormal set. ഇതെന്തായിരിക്കും ഒരു orthonormal set ആയിരിക്കും. And you have many examples here, so you can go through those examples anyway. Next we are going to a theorem anyway. Okay, I'm asking simply a question. If you are given a linearly independent set, can we construct an orthonormal set out of this? നമുക്കൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് തന്നാൽ എനിക്ക് അതിൽ നിന്നും ഓർത്തോനോർമൽ സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ആൻസർ സിമ്പിൾ, യെസ്, ഐ ക്യാൻ കൺസ്ട്രക്ട്. Moving to our next theorem, an orthonormal set of non-zero vectors linearly independent. Simple ഇതാണ് an orthogonal set of non-zero vectors linearly independent. So I am taking an inner product space. We be our inner product space. We be our inner product space. I am taking here S be a finite or infinite orthogonal set of non-zero vectors in a given inner product space. ഞാനിവിടെ ഒരു ബേസിസ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. Here our B is equal to, I am taking alpha 1, alpha 2, etc. Alpha m is the ordered basis. ഞാൻ എടുത്തിരിക്കുന്നത് ഓർഡേർഡ് ബേസിസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ 1 ഇസ് ദ ഫസ്റ്റ് കോമ്പോണൻറ്റ്, ആൽഫ 2 ഇസ് ദ സെക്കൻഡ് കോമ്പോണൻറ്റ്, ആൻഡ് ആൽഫ എം ഇസ് ദ mth കോമ്പോണൻറ്റ്. അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബീറ്റ ബിലോങ്സ് ടു വി, സിമ്പിൾ അല്ലേ, അത് മറക്കും. ബീറ്റ എന്ന് പറയുന്നത് വിയിലെ എലമെൻ്റ് ആണ്. ആൻഡ് I can write, if beta belongs to V, then I can write beta as a linear combination of elements, isn't it? So I am writing beta is equal to C1 alpha 1 plus C2 alpha 2 plus C3 alpha 3 plus etc. plus Cm alpha m എന്ന് എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. Where beta, you can consider beta as a orthonormal basis. Since, okay fine, I am just now considering beta inner product alpha k. I am next considering beta inner product alpha k. ബീറ്റയ്ക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? C1 alpha 1 plus C2 alpha 2 plus etc. plus Cm, okay, Cm alpha m inner product with alpha k. I can do this, isn't it? So ഇനി എന്താ വരിക ബാക്കി? By the properties of inner product, by you can use a property of inner product here, isn't it? ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തൂടെ എനിക്ക്? C1 alpha 1 inner product alpha k plus C2 alpha 2 inner product alpha k plus etc. How can I write then? What will be the kth term in general? Ck alpha k inner product alpha k plus etc. plus Cm alpha m inner product alpha m. അങ്ങനെ എഴുതി കൂടെ എനിക്ക് എഴുതാം. Then what can I do from the C is a scalar, isn't it? I can take outside that by the property of inner product space. I can take, if C with x in Cx with y, inner product of Cx with y, where C is a scalar, then I can write C into inner product xy, isn't it? So then എനിക്ക് എങ്ങനെ എഴുതാം? C എനിക്ക് പുറത്തേക്ക് എടുക്കാം. C1 into, here C1 is here, C1 into alpha 1 inner product alpha k plus C2 into alpha 2 inner product alpha k plus etc. plus here Ck into alpha k inner product alpha k plus etc. Cm into alpha m inner product alpha k എന്ന് എനിക്ക് എഴുതാനായിട്ട് സാധിക്കില്ലേ? വാട്ട് ഈസ് ഇതിൻ്റെ റെസ്റ്റ്? ബാക്കി എന്ത് പറയാം?
Since this is an orthonormal basis, ഇതൊരു ഓർത്തോനോർമൽ ബേസിസ് ആണ് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ 0, ആൽഫ 2 ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ 0, ആൽഫ എം ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ ടി 0. ഓൺലി this term is not equal to 0 except ck inner product with alpha k, ck into alpha k inner product alpha k is not equal to 0. ബാക്കി എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. So what will be beta inner product alpha k? That is beta inner product alpha k is equal to ck into alpha k inner product alpha k, where alpha j inner product alpha k. What is the reason for that? Our reason is alpha j inner product alpha k is equal to 0 for j not equal to k, because of this reason, because it is an orthonormal basis. From this you can find what is ck. ck എന്തായിരിക്കും? ck ഇവിടെ നിർത്തി എനിക്ക് ഈ സാധനത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്ത് വരും? വാട്ട് വിൽ ബി ദ വാല്യൂ ദെൻ? ദാറ്റ് ഇസ് ബീറ്റ ഇൻ പ്രൊഡക്റ്റ് ആൽഫ കെ ഡിവൈഡഡ് ബൈ ആൽഫ കെ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ ഈക്വൽ ടു സി കെ എന്ന് പറയാം. എനിക്ക് ഇസ് ഈക്വൽ ടു സി കെ എന്ന് എനിക്ക് പറയാം. ആൻഡ് വാട്ട് ഇസ് ആൽഫ കെ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ? ഇറ്റ് ഇസ് നോം ആൽഫ കെ സ്ക്വയർ അല്ലേ? അത് നോം ആൽഫ കെ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇതെന്തായി? ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ ഡിവൈഡഡ് ബൈ നോം ആൽഫ k square. It is norm alpha k square where 1 less than or equal to k less than or equal to m. നമ്മളവിടെ ചോദ്യം എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് അല്ലേ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഇഫ് വെൻ ബീറ്റ ഈക്വൽ ടു 0, ബീറ്റനെ ഞാൻ 0 എന്ന് കൊടുത്താൽ വാട്ട് ഹാപ്പൻസ്? This is actually ck. ck is equal to beta inner product alpha k divided by norm alpha k square. If beta equal to 0, then each ck will be equal to 0. അങ്ങനെയാണെങ്കിൽ each ck എന്തായിരിക്കും? 0 ആയിരിക്കും. ബീറ്റ 0 കൊടുത്താൽ 0 inner product alpha k is actually 0. So ck is actually, then each ck will be equal to 0. So I can say, what can I say then? So S is an independent set. S എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് എന്ന് എനിക്ക് പറയാം. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഓർത്തോഗണൽ സെറ്റ് ഓഫ് നോൺ സീറോ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ കൺവേഴ്സ്? ഇതിൻ്റെ കൺവേഴ്സ് എന്തായിരിക്കും? വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ കൺവേഴ്സ് പാർട്ട്? കൺവേഴ്സ് എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓർത്തോഗണൽ സെറ്റ് ആണ് ആയിരിക്കുമോ? എന്താണ് അതിൻ്റെ അവസ്ഥ? കൺവേഴ്സ് പാർട്ട് ഇസ് ഫോൾസ്, നോട്ട് കൺവേഴ്സ്ലി. കൺവേഴ്സ് ഇസ് നോട്ട് ട്രൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യേണ്ടേ? യു ക്യാൻ കൺസിഡർ ആൻ എക്സാമ്പിൾ. ഓക്കെ, 1 1 1 2. You can easily prove this is an linearly independent set. ഇതൊരു linearly independent set ആണ്, but this is not orthogonal. This is not orthogonal. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്തത്? We have proved a small theorem, that is an orthogonal set of non-zero vector is linearly independent. അതിന് നമ്മൾ എന്ത് ചെയ്തു? വി എന്ന് പറയുന്ന ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഞാൻ കൺസിഡർ ചെയ്തു. അതിനൊരു ബേസിസ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ എം എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഓർഡേർഡ് ബേസിസ് ആണെന്ന് പറഞ്ഞു. പിന്നീട് എന്ത് ചോദിക്കും? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് C1 C2 etc. Cn അല്ലേ? Cm, that is beta is taken from V, that is beta is equal to C1 alpha 1 plus C2 alpha 2 plus etc. Cm alpha m എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? വാട്ട് ഇസ് ബീറ്റ ഇൻ പ്രൊഡക്റ്റ് ആൽഫ കെ? നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ബീറ്റ C1 alpha 1 plus C2 alpha 2 plus etc. Cm alpha m ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ ആണെന്ന് പറഞ്ഞു. അതിനെ ഞാൻ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള സാധനങ്ങളെ ഞാൻ പുറത്തേക്ക് എടുത്തതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ആൻഡ്
ആസ് അത് ഒരു ഓർത്തോ നോർമൽ ബേസിസ് ആയതുകൊണ്ട് സി കെ ഇൻറ്റു ആൽഫ കെ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളതൊന്നും അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. ബാക്കിയെല്ലാം എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ അവിടെ ബാക്കി എന്ത് വന്നു? ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ ഇൻറ്റു സി കെ ഇൻറ്റു ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ എന്ന് വന്നു. ഈ സി കെനെ ഞാൻ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള എലമെൻറ്റിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തുകൊണ്ട് ബൈ സ്മോൾ സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്ത് വന്നു അവിടെ? ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ ഈക്വൽ ടു സി കെ ഇൻറ്റു ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ ബൈ ആൽഫ കെ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ ഈസ് ഈക്വൽ ടു സി കെ എന്ന് വന്നു. ആൻഡ് വാട്ട് ഇസ് ആൽഫ കെ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ? ആൽഫ കെ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ എന്ന് പറയുന്നത് നോം ആൽഫ കെ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വന്നു? സി കെ ഈക്വൽ ടു ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ ബൈ നോം ആൽഫ കെ സ്ക്വയർ എന്ന് ഞാൻ എടുത്തെഴുതി അല്ലേ. 1 k m ആണ്. If I substitute beta equal to 0, ഞാൻ ബീറ്റയ്ക്ക് ഞാൻ 0 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ then each ck will be equal to 0. each ck എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ hence our proof. നമ്മുടെ പ്രൂഫ് ശരിയായി അല്ലേ. എസ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ സെറ്റാണ്. കൺവേഴ്സ് എന്ന് പറയുന്നത് ട്രൂ അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കൊണ്ടുവന്നു. ഐ ഹാവ് ടേക്കൺ 1 ആൻഡ് 1 2. ദിസ് ഇസ് നോട്ട് ഓർത്തോഗണൽ ബട്ട് ദിസ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ ഓർത്തോഗണൽ അല്ല. ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ? ഇപ്പോൾ സി കെ ഈക്വൽ ടു ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ ഡിവൈഡഡ് ബൈ നോം ആൽഫ കെ സ്ക്വയർ എന്ന് പറയുന്ന തരത്തിലൊരു കൺസ്ട്രക്ഷൻ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത്? ദാറ്റ് ഈസ് വി ആർ ഗോയിങ് റൈസ് ഓർ വി ആർ മൂവിങ് ടു എ special part of our inner product space that is called Gram-Schmidt orthogonalization process. പരീക്ഷയ്ക്കൊക്കെ ചോദ്യങ്ങളൊക്കെ വരുന്ന പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ വി വിൽ ജസ്റ്റ് ഡിസ്കസ് ദിസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. താങ്ക് യു.